Assalamu Alaikum. Hello dear students. So we are going to learn our fourth chapter in chemistry. Okay, this is the first class fourth chapter. What is our chapter name? Production of metals. So we will learn about metals in this chapter. Okay. So discovery of metals is the most significant findings that has revolutionized in the world. അതായത് ലോകത്തിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമായിരുന്നു എന്തെന്ന് പറയുന്നത് മെറ്റൽസിൻ്റെ ഡിസ്കവറി എന്ന് പറയുന്നത്. These are marked as the metals in the history of human progress. അല്ലേ, ഹ്യൂമൻ പ്രോഗ്രസ്സിന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കണ്ടുപിടുത്തം കൂടിയായിരുന്നു എന്തെന്ന് പറയുന്നത് മെറ്റൽസിൻ്റെ ഡിസ്കവറി എന്ന് പറയുന്നത്. Okay, and the burden of labor was minimized by the use of metals instead of sharp rocks and wooden sticks for ഹണ്ടിങ് ആൻഡ് ഏർണിങ് ഫുഡ്. അപ്പം എന്താണ് ഇതിന് നമ്മൾ ഈ മെറ്റൽസൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്താണ് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് എന്തായിരുന്നത്? ആൻസിസ്റ്റേഴ്സ് യൂസ്ഡ് എന്താണ് നമ്മൾ സ്റ്റോൺ കൊണ്ടിട്ടുള്ള ഡിവൈസുകളും അല്ലെങ്കിൽ അതുകൊണ്ടിട്ടുള്ള ടൂൾസും അതുപോലെ തന്നെ സ്റ്റോൺ പാറക്കല്ലുകൾ റോക്സ് വെച്ചിട്ടുള്ള ടൂൾസും അതുപോലെ തന്നെ എന്തായിരുന്നു അതുപോലെ പിന്നീട് എന്താണ് വുഡനായിട്ടുള്ള ഇതൊക്കെയായിരുന്നു എന്ത് ചെയ്തിരുന്നത് യൂസ് ചെയ്തിരുന്നത് നമ്മുടെ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ അത് അവരുടെ ലേബർ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ യൂസ് ചെയ്തിരുന്നത്. സോ വിത്ത് ദ ഡിസ്കവറി ഓഫ് ദിസ് മെറ്റൽസ്, ഓക്കെ, മെറ്റൽസിൻ്റെ ആ ഒരു ഡിസ്കവറി എന്തിലേക്ക് ലീഡ് ചെയ്തു? മെറ്റൽസിൻ്റെ ആ ഡിസ്കവറി ഒരുപാട് ചേഞ്ചസിലേക്ക് അത് ലീഡ് ചെയ്തു അല്ലേ. സോ എന്താണ് iron, which is used in making equipments ranging from pins to aeroplane, as well as copper and aluminum, having various means in our daily life, are metals which changed in the history. അപ്പം മെറ്റൽസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? മെറ്റൽസ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലേ, കോപ്പർ, അലൂമിനിയം, അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റൽസ് ഉണ്ട്. അപ്പോൾ ആ മെറ്റൽസിൻ്റെ ആ ഒരു ഡിസ്കവറി എന്ന് പറയുന്നത് എന്താണ്, വളരെ എന്താണ് നമ്മുടെ വേൾഡിന് ആവശ്യമായിട്ട് ഒരു നെസസറി ആയിട്ടുള്ള ഒരു ഡിസ്കവറി ആയിരുന്നു എന്തെന്ന് പറയുന്നത് ഈ മെറ്റൽസിൻ്റെ ഡിസ്കവറി എന്ന് പറയുന്നത്. And have you ever thought how these metals are extracted from nature? അപ്പോൾ ഈ നേച്ചറിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് പോയി എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണോ, അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് നമുക്ക് എന്താണ് നേച്ചറിൽ നമുക്ക് ഈസിലി നമുക്കത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ കഴിയില്ല. സോ ദിസ് മെറ്റൽസ് അല്ലെങ്കിൽ അതൊരു ഫ്രീ രൂപത്തിലല്ല, ഇറ്റ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ദ ഫ്രീ ഫോം. ആ ഒരു ഫ്രീ ഫോമിലല്ല എന്ത് കാണപ്പെടുന്നത്, മെറ്റൽസ് കാണപ്പെടുന്നത്. അപ്പം മെറ്റൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗോൾഡ്, സിൽവർ എന്നൊക്കെ പറയുന്നത് നമ്മൾ എർത്ത് ക്രസ്റ്റിൽ നിന്ന് നമ്മൾ അതിനെ എന്ത് ചെയ്തെടുക്കുന്നു, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് എന്താ കാണും, ഒരുപാട് ഇംപ്യൂരിറ്റീസ് കാണും. ഇറ്റ് കണ്ടെയ്ൻ സോ മെനി ഇംപ്യൂരിറ്റീസ് അല്ലേ, ഒരുപാട് ഇംപ്യൂരിറ്റീസ് കാണും. അപ്പോൾ ആ ഒരു ഇംപ്യൂരിറ്റീസ് ഒക്കെ എന്ത് ചെയ്യും, വി സെപ്പറേറ്റ് ദാറ്റ് ഇംപ്യൂരിറ്റീസ് ആൻഡ് വി കളക്ട് ദ മെറ്റൽ അല്ലേ. ആ ഇംപ്യൂരിറ്റീസ് ഒക്കെ എന്താണ്, അല്ലെങ്കിൽ അതിനകത്തുള്ള കുറേ അതർ പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മെറ്റൽസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദർ ആർ സോ മെനി പ്രോസസ് ബിഹൈൻഡ് ദിസ് മെറ്റൽസ്. റിഫൈനിങ് എന്ന് പറയും, പ്യൂരിഫിക്കേഷൻ, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് എന്തിൻ്റെ പിറകിലുണ്ട്, ഈ മെറ്റൽസ് പ്യൂരിഫൈ അല്ലെങ്കിൽ ആ മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിൽ ഉണ്ട്. സോ ദ കെമിക്കലി റിയാക്റ്റീവ് മെറ്റൽസ് ആർ ഫൗണ്ട് ഇൻ ദ കമ്പൈൻഡ് സ്റ്റേറ്റ്. അപ്പം ഈ വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്, ഒരു കമ്പൈൻഡ് സ്റ്റേറ്റിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രീ ഫോമിലേക്ക് ഡസ് നോട്ട് ഗെറ്റ് ഇൻ ദ ഫ്രീ ഫോം. ഒരു ഫ്രീ ഫോമിലല്ല ഇത് കിട്ടുന്നത്, ഇറ്റ് ഈസ് ഗെറ്റ് ഇൻ ദ കമ്പൈൻഡ് സ്റ്റേറ്റ്. ഇതൊരു കമ്പൈൻഡ് സ്റ്റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് വളരെ റിലേറ്റീവ്ലി അൺറിയാക്റ്റീവ് മെറ്റൽസ്, അൺറിയാക്റ്റീവ് ആയിട്ടുള്ള പ്ലാറ്റിനം, ഗോൾഡ് ഒക്കെ എന്താണ്, അതൊക്കെ നേറ്റീവ്, എർത്ത് ക്രസ്റ്റിൽ നിന്ന് നേറ്റീവായിട്ടാണ് കിട്ടുന്നത്. So the metallic compounds generally seen in the earth crust are called minerals. അതായത് എർത്ത് ക്രസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു മെറ്റാലിക് കോമ്പൗണ്ട്സ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എർത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. വി ഗെറ്റ് ദ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഫ്രം ദ എർത്ത് ക്രസ്റ്റ്. എർത്ത് ക്രസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താണ്, മെറ്റാലിക് കോമ്പൗണ്ട്സ് ആണ്. അതായത് മെറ്റൽ, പ്യുവർ മെറ്റൽ അല്ല നമുക്ക് കിട്ടുന്ന, അതിൻ്റെ ഒരു കോമ്പൗണ്ട്. മെറ്റൽസിനകത്ത് ഒരുപാട് ഇംപ്യൂരിറ്റീസ് കാണും, അതർ പാർട്ടിക്കിൾസ് കാണും. അങ്ങനെ ഒരു രൂപത്തിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, വി ഗെറ്റ് ദ മെറ്റൽ നോട്ട് ഇൻ ദ പ്യുവർ ഫോം, ഇറ്റ് ഈസ് ഗെറ്റ് ഇൻ ദ ഫോം ഓഫ് കോമ്പൗണ്ട്സ്. കോമ്പൗണ്ട്സിൻ്റെ രൂപത്തിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ മെറ്റൽസ് കിട്ടുന്നത്. സോ ദ കോമ്പൗണ്ട്സ് ജനറലി സീൻ ഇൻ ദ എർത്ത് ക്രസ്റ്റ് ആർ കോൾഡ് മിനറൽസ്. അപ്പം എർത്ത് ക്രസ്റ്റിൽ ഇത് കോമ്പൗണ്ട്സിൻ്റെ, മെറ്റാലിക് കോമ്പൗണ്ട്സിൻ്റെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ദാറ്റ് ഈസ് കോൾഡ് മിനറൽസ്. ഓക്കെ,
സോ വാട്ട് ഈസ് അവർ ടേം? മിനറൽസ്. അതായത് എർത്ത് ക്രസ്റ്റിൽ നിന്ന് നമുക്ക് ഈ മെറ്റൽസ് കിട്ടുന്നത് ഒരിക്കലും ഒരു ഫ്രീ ഫോമിലല്ല. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ കോമ്പൗണ്ട് ഫോം, അല്ലെങ്കിൽ അതിൽ കോമ്പൗണ്ട്സ് ആയിട്ട് പല പല ഇംപ്യൂരിറ്റീസ് ഉണ്ട്, അതർ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫോമിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്ത് പറയുന്നു നമ്മളതിനെ? അതിനെ നമ്മൾ മിനറൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ. So there could be many minerals having the same metal. ഒരു മെറ്റലിൽ തന്നെ എന്താണ് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ് മിനറൽസ് ഉണ്ട്. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, ക്ലേ എക്സെട്ര ആർ സം ഓഫ് ദ മിനറൽസ് ഓഫ് അലൂമിനിയം. അപ്പം അലൂമിനിയം എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ഫോമിലല്ല നേച്ചറിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ എന്ത് ചെയ്യും? അത് എക്സ്ട്രാക്ട് ചെയ്ത് അതിനെ എന്താക്കി മാറ്റുന്നു? പ്യുവർ ഫോമിലാക്കി മാറ്റുന്നതാണ്. അപ്പം നേച്ചറിൽ നിന്ന് നമുക്ക് അലൂമിനിയം കിട്ടുമ്പോൾ അതിൽ എന്തൊക്കെ മിനറൽസ് ഉണ്ട്? വാട്ട് ആർ ദ മിനറൽസ് പ്രസൻറ്റ് ഇൻ ദ അലൂമിനിയം? ഏതൊക്കെ മിനറൽസ് ആണുള്ളത്? ദ മിനറൽസ് ആർ ബോക്സൈറ്റ്, ക്രയോലൈറ്റ് ആൻഡ് ക്ലേ. ഓക്കെ, ഏതൊക്കെയാണ്? ബോക്സൈറ്റ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ബോക്സൈറ്റ്, ബോക്സൈറ്റ്, പിന്നെന്തായിരുന്നു? ബോക്സൈറ്റ് ഉണ്ട്, ക്ലേ ഉണ്ട്, പിന്നെന്താണ്? ക്രയോലൈറ്റ്. So these are the minerals that present in the metal aluminum. Aluminum extract ചെയ്തെടുക്കുമ്പോൾ ഈ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഈ മിനറൽസ് എന്ത് ചെയ്യുന്നു? ഇതൊക്കെ മിനറൽസ് ആണ്. These are examples for minerals. So the aluminum that is extracted from the earth crust, it contains bauxite, clay and cryolite. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും? ഈ അലൂമിനിയത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഫർദർ പ്രോസസ്സ് അല്ലെങ്കിൽ അലൂമിനിയത്തിനെ നമ്മൾ പ്യുവർ ഫോമിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ. സോ however all these minerals cannot be used for the extraction of metals. അപ്പം ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മെറ്റൽസിൻ്റെ എക്സ്ട്രാക്ഷന് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഈ ഫോമിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മെറ്റലായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ. however all these minerals cannot be used for the extraction of metals. മെറ്റൽസിൻ്റെ എക്സ്ട്രാക്ഷന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് ഈ മിനറൽസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മൾ? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് പ്രോസസ്ഡ് ബൈ മിനറൽസ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ദ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്. അപ്പം മെറ്റൽസിൻ്റെ എക്സ്ട്രാക്ഷന് എന്ന് വെച്ചാൽ നമ്മളിത് ഇപ്പം ബോക്സൈറ്റ് ഉണ്ട്, ക്ലേ ഉണ്ട്, ക്രയോലൈറ്റ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ എന്താണ് മെറ്റൽസിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന ഏതാണോ അതിനെയായിരിക്കും വി സെലക്ട് ദാറ്റ് വൺ. ഓക്കെ. സോ ബോക്സൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ what are the characteristics processed by minerals that are used for the extraction of metals? മെറ്റൽസിൻ്റെ എക്സ്ട്രാക്ഷന് നമ്മൾ ഇതിൽ മൂന്നിൽ നമ്മൾ സെലക്ട് ചെയ്യത്തില്ല. വി ഡോണ്ട് സെലക്ട് ദിസ് ത്രീ, we select one from this. According to the character we select one from this. Okay, ആ ക്യാരക്ടർ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് ഒരെണ്ണത്തിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. So what are the characters we consider when selecting the ore of this mineral? Okay, so abundance എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ കൂടുതൽ നമ്മൾ ലഭ്യമായിരിക്കുക. അവൈലബിലിറ്റി. വാട്ട് ഈസ് അബണ്ടൻസ് ഈസ് കോൾഡ് അവൈലബിലിറ്റി. സോ നമ്മളൊരു എന്താണ് ഇതൊക്കെ മിനറൽസ് ആണ്. ദീസ് ആർ ദ മിനറൽസ് ഓഫ് അലൂമിനിയം. ഫ്രം ദിസ് വി സെലക്ട് വൺ ഫോർ ദ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റലിൻ്റെ എക്സ്ട്രാക്ഷന് നമ്മൾ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. സോ ബോക്സൈറ്റ്, ക്ലേ, ക്രയോലൈറ്റ്. അപ്പോൾ ഇത് നമ്മൾ വി കൺസിഡർ ദീസ് ത്രീ ആൻഡ് സെലക്ട് വൺ according to the character അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഒരെണ്ണം സെലക്ട് ചെയ്യും. അപ്പോൾ വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ് വി കൺസിഡർ ഫോർ ദ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്? സോ ദ ഫസ്റ്റ് വൺ ഈസ് അബണ്ടൻസ്. ഫസ്റ്റ് നമ്മൾ എന്ത് നോക്കും? അത് ഒരുപാട് അവൈലബിലിറ്റി, അതിൻ്റെ ലഭ്യത കൂടുതലാണോ, അബണ്ടൻസ് ഉണ്ടോ എന്ന് നോക്കും. ദ സെക്കൻഡ് വൺ ഈസ് ഈസിലി ആൻഡ് ചീപ്ലി സെപ്പറബിൾ. അപ്പോൾ ഇതാണ് ഈസിലി നമുക്ക് വളരെ പെട്ടെന്ന് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നോക്കും. അപ്പോൾ ഇത് മൂന്നും എടുത്തിട്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതാണെന്ന് നമ്മൾ നോക്കും. ആൻഡ് ഓൾസോ വി ലുക്ക് ദാറ്റ് അബണ്ടൻസ്, അതിൻ്റെ ലഭ്യത എങ്ങനെയാണെന്നും നോക്കും. ദെൻ ഹൈ മെറ്റൽ കണ്ടൻറ്റ്. ദ തേർഡ് വൺ ഈസ് ഹൈ മെറ്റൽ കണ്ടൻറ്റ്. അതിൽ എന്തോ ഉണ്ടോ എന്ന് നോക്കും. നമ്മൾ മെറ്റൽ കണ്ടൻറ്റ് കൂടുതലാണോ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. ദെൻ ലോ പ്രൊഡക്ഷൻ കോസ്റ്റ്. വി ഓൾസോ ലുക്ക് ഫോർ ദ ലോ പ്രൊഡക്ഷൻ കോസ്റ്റ്. അതിൻ്റെ ആ ഒരു നമുക്ക് എത്ര കോസ്റ്റ് ആവും എന്നുള്ളതും നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സോ ദ ഫോർ തിങ്സ് വി കൺസിഡർ വൈൽ സെലക്ടിങ് ദ minerals, while selecting the group of minerals for the extraction of a metal. ഒരു മെറ്റലിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനകത്തുള്ള അതിൻ്റെ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് വി കൺസിഡർ? ദ ഫസ്റ്റ് വൺ ഈസ് അബണ്ടൻസ്. എന്താണ്? അത് കൂടുതൽ ലഭ്യമാണോ? അവൈലബിലിറ്റി. വി ചെക്ക് ദ അവൈലബിലിറ്റി ഓഫ് ദ മെറ്റൽ. ദെൻ
easily and cheaply separable. പെട്ടെന്ന് നമുക്ക് easily separate ചെയ്യാൻ പറ്റുന്നതാണോ? Then high metal content. If it contain high metal content, then it is okay. Then low production cost. We also looked at the low production cost. അതിൻ്റെ ആ ഒരു നമുക്ക് എത്ര കോസ്റ്റ് ആവും, നമുക്ക് എത്ര അല്ലെങ്കിൽ ചീപ്പ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് എന്താണ് നമുക്ക് അതിന് കുറച്ച് കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. So a mineral from which a metal is economically, easily and quickly extracted is called ore of the metal. So what is the ore of the metal? അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഈ മിനറൽസിൽ നിന്നും ഒരു മെറ്റലിൻ്റെ ഒരു ഓറിനെ സെലക്ട് ചെയ്യും. അപ്പോൾ ആ ഓറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, വി സെലക്ട് വൺ ഓർ ഫ്രം ദിസ് മിനറൽസ് ആൻഡ് that mineral is used for the extraction of metal. Okay, so എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞു. Then a mineral from which a metal is economically, easily and quickly extracted is called the ore of the metal. അപ്പോൾ ഒരു മെറ്റലിൻ്റെ ഓറായിട്ട് ആയിരുന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളൊരു മെറ്റലിൻ്റെ ഓറായിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദ കണ്ടീഷൻസ്? സോ ദ മെറ്റൽ ഫ്രം വിച്ച് മെറ്റൽ ഈസ് എക്കണോമിക്കലി നമുക്ക് എക്കണോമിക്കലായിട്ടും ഈസിലി പെട്ടെന്നും അതുപോലെ തന്നെ ക്വിക്കലി എക്സ്ട്രാക്റ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ് അങ്ങനെയുള്ളൊരു മെറ്റൽ, അങ്ങനെയുള്ളൊരു എന്താണ് മിനറലിയാണ് നമ്മൾ ആ മെറ്റലിൻ്റെ ഓർ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ എ ഓർ? സോ എ മിനറൽ ഫ്രം വിച്ച് മെറ്റൽ ഈസ് എക്കണോമിക്കലി ആൻഡ് ഈസിലി ക്വിക്കലി എക്സ്ട്രാക്റ്റഡ് ഈസ് കോൾഡ് ഓർ ഓഫ് ദ മെറ്റൽ. അപ്പോൾ അതിനെയാണ് നമ്മൾ അതിൻ്റെ ഓർ അല്ലെങ്കിൽ അയിരെന്ന് പറയും, ഓറെന്ന് മെറ്റലിൻ്റെ ഓർ എന്ന് പറയുന്നത്. സോ ഫ്രം ദിസ് ഓർ വി ജസ്റ്റ് എക്സ്ട്രാക്റ്റഡ് ദ മെറ്റൽ. ആ ഒരു ഓറിൽ നിന്നാണ് നമ്മൾ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. Okay, among the minerals of aluminium, bauxite possess these properties. So നമ്മൾ പറഞ്ഞു these are the ore of the metal aluminium. Okay, bauxite, clay and cryolite. Bauxite, clay and cryolite are three minerals of bauxite, aluminium. Aluminiumത്തിൻ്റെ മൂന്ന് എന്താണ് ores ആണിതെന്ന് പറയുന്നത്. These are the three ores of the aluminium. What are they? Bauxite, clay and cryolite. So for the aluminium we select bauxite as the ore because ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇതാണ് അതിൻ്റെ ആ കണ്ടീഷൻസ് ഒക്കെ എന്താണ് ഉൾക്കൊള്ളുന്നത്. ഓക്കെ, സോ ഇറ്റ് when we consider the ore of this aluminium we select the ore as bauxite. Okay, so that's allow the conditions. So what are the conditions for it? Abundance, easily and cheaply separable, high metal content and low production cost. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് അത് സാറ്റിസ്ഫൈഡ് ആയാലും മാത്രമേ നമ്മൾ അതിൻ്റെ ഓറാണ് നമുക്ക് പറയാൻ പറ്റൂ. സോ അലൂമിനിയം ഇസ് ദ ഓർ ഓഫ് ദ ബോക്സൈറ്റ് ഈസ് ദ ഓർ ഓഫ് ദ അലൂമിനിയം. അലൂമിനിയത്തിൻ്റെ ഓർ എന്ന് പറയുന്നത് ഏതാണ്? ബോക്സൈറ്റ് ആണ്. സോ ഗിവൺ ബിലോ എ ടേബിൾ 4.1 in your text page number 63 you can see a table. Page number 63 ഒരു ടേബിൾ ഉണ്ട് and showing certain metals, their ores and their chemical formulas. Analyze the table and find out the following. Okay, so നിങ്ങളുടെ in your page textbook page number 63 you can see some of the metals and ores and also see the chemical formula. Chemical formulas നിങ്ങൾക്ക് നോക്കാം. So aluminum, what is the ore of the aluminum? Okay, so we can consider some metals and its ores. So first one, aluminium. What is the ore of the metal? What is the ore? Bauxite. Okay, we already learned that. Bauxite. So the first one is aluminium. The ore of the metal is bauxite. The second one, iron. Iron. What is the ore of the metal? Hematite, magnetite. Hematite and magnetite are the ores of the iron. So you can also check the chemical formula also. Bauxite chemical formula Al2O3 2H2O. Al2O3 2H2O. Then iron, hematite and magnetite are the ore of the metal iron. Okay. Then the chemical formula Fe2O3 Fe2O4 Fe3O4. Okay. Then copper. What are the ores of the copper? Copper ന്റെ ore ഏതൊക്കെയാണ്? കോപ്പർ, പൈററ്റിസ് ആൻഡ് കുപ്രൈറ്റ്. കോപ്പർ, പൈററ്റിസും കുപ്രൈറ്റും ആണ് എന്തിൻ്റെ ഓർ എന്ന് പറയുന്നത്? കോപ്പറിൻ്റെത്. സോ യു ക്യാൻ ഓൾസോ സീ ദ കെമിക്കൽ ഫോമുല ദെയർ. സിങ്ക്, ദ ഓർ ഓഫ് ദ മെറ്റൽ ഈസ് സിങ്ക് ബ്ലെൻഡ് ആൻഡ് കെലാമിൻ. സിങ്ക് ബ്ലെൻഡ് ആൻഡ് കെലാമിൻ ആർ ദ ഓസ് ഓഫ് ദ മെറ്റൽ സിങ്ക്. സിങ്കിൻ്റെ മെറ്റൽസ് എന്ന് പറയുന്ന ഓസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സിങ്ക്, ബ്ലെൻഡ്, കെലാമിൻ. ഓക്കെ, so according to that there are 3 questions related to that in your textbook page number 63.
പേജ് നമ്പർ 63 അതുമായിട്ട് ബന്ധപ്പെട്ട ആ ടേബിളുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. യു ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ഓഫ് ദാറ്റ്. ഓക്കെ, സോ വാട്ട് ഈസ് ഓർ? ഓർ എന്ന് പറയുന്നത് എന്താണ്? ഓർ എന്ന് പറയുന്ന ഒരു മെറ്റലിൻ്റെ ഓർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ക്യാരക്ടേഴ്സ് അത് എന്താണ് അത് ചെയ്തിരിക്കണം? എ മിനറൽ ഫ്രം വിച്ച് എ മെറ്റൽ ഈസ് എക്കണോമിക്കലി ഈസിലി ആൻഡ് ക്വിക്കലി എക്സ്ട്രാക്റ്റഡ് ഈസ് കോൾഡ് ഓർ ഓഫ് ദ മെറ്റൽ. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് മെറ്റൽസിൻ്റെ ഓർ? വാട്ട് ഈസ് ദ ഓർ ഓഫ് ദ മെറ്റൽ? Okay, so these are the things we discussed in this class, and the next class we will discuss about how to extract these metals. For the extraction of the metals there are three steps. Appam metals inde extraction 3 steps undu. In the next class we will detailedly learn that. Okay, appo namukku next class il adine detailed aayittu inde steps 3 steps undu and extraction aayittu bandhappettu in the next class we will learn that. Now we can wind up. Thank you. Assalamu Alaikum.